മമ്മൂക്ക ലൂക്ക് ആന്റണിയായി എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ റോഷാക്ക് എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനും ഹിഡൻ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലതവണ റോഷാക്ക് കണ്ടാലും മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കും. നിങ്ങൾ ഇതുവരെയും റോഷാക്ക് എന്ന സിനിമ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്പോയിലറാകാൻ സാധ്യതയുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം റോഷാക്ക് എന്ന ടൈറ്റിലിൽ നിന്ന് തന്നെ തുടങ്ങാം. റോഷാക്ക് എന്നത് മാനസികാവസ്ഥകളെ തരംതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു തരം ടെസ്റ്റാണ്. ഒരാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ റോഷാക്ക് ടെസ്റ്റ്. ടെസ്റ്റിനെ വിധേയമാക്കുന്നവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഇൻകുബേറ്റർ പിക്ചേഴ്സ് കാണിക്കുകയും അതിൽ നിന്ന് മനഃശാസ്ത്രമായ വ്യാഖ്യാനം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ആകാശത്ത് മേഘങ്ങളെ നോക്കി പറയാറുണ്ട് മേഘത്തിൽ പല രൂപങ്ങളും കാണാറുണ്ടെന്ന്. പലർക്കും പല രൂപങ്ങളായിരിക്കും കാണുക. ഒരുപക്ഷെ നമ്മൾ കാണുന്ന രൂപമായിരിക്കില്ല നമ്മുടെ കൂട്ടുകാരന് മേഘങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്ത ചിന്താരീതികൾ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുതന്നെയാണ് റോഷാക്ക് ടെസ്റ്റിലും സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് റോഷാക്ക് എന്ന ടൈറ്റിൽ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വഴിയെ പറയാം. റോഷാക്ക് എന്ന സിനിമയുടെ കഥ സത്യത്തിൽ എന്താണ്? ദുബായിലെ ബിസിനസ്സുകാരനായ ലൂക്ക് ആന്റണിയുടെ വീട്ടിലെ മോഷണ ശ്രമത്തിനിടെ ലൂക്ക് ആന്റണിയുടെ ഗർഭിണിയായ ഭാര്യയെ മോഷ്ടാക്കളിൽ ഒരാളായ ദിലീപ് കൊലപ്പെടുത്തുന്നു. തൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയ ദിലീപിനോട് പ്രതികാരം ചെയ്യാൻ നാട്ടിലെത്തുന്ന ലൂക്ക് ആന്റണി ആക്സിഡന്റിൽ മരിച്ച ദിലീപിന്റെ ആത്മാവിനോട് നടത്തുന്ന പ്രതികാരമാണ് റോഷാക്ക് എന്ന സിനിമയുടെ പ്രധാന കഥ. ഒരു സിമ്പിൾ പ്രതികാര കഥ. അതിനെ മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില മേക്കിംഗ് ഫോർമുലാസാണ് റോഷാക്കിലുള്ളത്. ദിലീപിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷാഫിയെ ലൂക്ക് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നതിലൂടെ ലൂക്ക് ആന്റണിക്ക് ശിക്ഷ ലഭിക്കുകയും വൈറ്റ് റൂം ടോർച്ചറിങ്ങിലൂടെ കടന്നു പോകുകയുമൊക്കെ ചെയ്യുന്നു. ഷാഫിയുടെ കൂടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ലൂക്ക് പോലീസിനോട് പറയുന്നില്ല. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു, അയാളെ ഞാൻ കൊന്നു എന്നാണ് ലൂക്ക് പറയുന്നത്. സത്യത്തിൽ അവിടെ വെച്ച് തന്നെ ആ മറ്റൊരാളായ ദിലീപിനോട് പ്രതികാരം ചെയ്യാൻ ലൂക്ക് ആന്റണി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലൂക്ക് ആന്റണി താൻ കൊന്ന ഷാഫിയുടെ വിവരങ്ങൾ വെച്ച് ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയായ ദിലീപാണ് താൻ അന്വേഷിക്കുന്ന മുഖമൂടിക്കാരനെന്ന് മനസ്സിലാക്കിയിരിക്കും. ഇതിനുശേഷമാണ് കാർ ആക്സിഡന്റായി വൈഫ് മിസ്സിംഗ് ആണെന്നൊക്കെ വ്യാജേനെ ലൂക്ക് ആന്റണി ദിലീപിന്റെ നാട്ടിൽ വന്ന് കൂടുന്നത്. ഇതിനിടെ ഷാഫിയുടെ വീട്ടിൽ പോയി താൻ അന്വേഷിക്കുന്ന മുഖമൂടിക്കാരൻ ദിലീപ് തന്നെയാണ് ലൂക്ക് ആന്റണി ഉറപ്പുവരുത്തുന്നുണ്ട്. ബാലൻ മരിച്ചതിന് ശേഷം വീട്ടിലെത്തുന്ന ലൂക്ക് ആന്റണി അവിടെ വെച്ചും ദിലീപാണ് തന്നെ അന്വേഷിക്കുന്ന മുഖമൂടിക്കാരനെന്ന് ഉറപ്പുവരുത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപകടത്തിൽ മരിച്ച ദിലീപിനോട് തൻ്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ കഴിയാതെ പോയ ലൂക്ക് തൻ്റെ പ്രതികാരം ചെയ്യുന്നത് ദിലീപിന്റെ ആത്മാവിനോടാണ്. ഇതുതന്നെയാണ് ഈ പ്രതികാര കഥയെ വ്യത്യസ്തമാക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന റിവഞ്ച് അല്ല ഇവിടെയുള്ളത്. ഭ്രാന്തമായ ചിന്തയുള്ള ഒരാൾ തൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ അലൂസിനേറ്റ് ചെയ്ത് റിവഞ്ച് ചെയ്യുന്നതിലൂടെ തന്നെ ലൂക്ക് ആന്റണി എത്രത്തോളം അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നു. റോഷാക്ക് ഒരു സൈക്കോളജിക്കൽ മൂവി മാത്രമല്ല, ഒരു സൈക്കോ മൂവി കൂടിയാണെന്ന് പറയേണ്ടി വരും. നാട്ടിലെത്തി തൻ്റെ പ്രതികാരം എങ്ങനെ തുടങ്ങണമെന്ന് ചിന്തിച്ചിരുന്ന ലൂക്കിൻ്റെ മുന്നിലേക്ക് ദിലീപിൻ്റെ അച്ഛനായ ബാലൻ തന്നെ കടന്നു വരുന്നു. ദിലീപിൻ്റെ വീട് വാങ്ങുന്നതിലൂടെ തൻ്റെ പ്രതികാരത്തിന് തുടക്കം കുറിക്കുകയാണ് ലൂക്ക് ആന്റണി. ഇവിടെയാണ് ലൂക്കിൻ്റെ ഒരു അടിപൊളി ട്രാൻസ്ഫോർമേഷൻ സിനിമ കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിൽ കണ്ടവർക്ക് ഈ സിനിമയുടെ രോമാഞ്ചം ഏറെക്കുറെ മനസ്സിലായിരിക്കും. സത്യത്തിൽ ഈ സിനിമ കാണുമ്പോഴാണ് ലൂക്കിൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്ന് പ്രേക്ഷകരും ചിന്തിച്ചു തുടങ്ങുന്നത്. സത്യത്തിൽ ലൂക്ക് ആന്റണിയുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് നമുക്ക് ഇൻ മൈ ആംസ് എന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. പക്ഷേ നമ്മൾ ആദ്യ തവണ കാണുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ദിലീപിന്റെ വീട്ടിലെത്തിയ ലൂക്ക് ആന്റണി ദിലീപിന്റെ ആത്മാവിനെ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദിലീപ് ആഗ്രഹിച്ചു പണിഞ്ഞ വീട്ടിൽ ദിലീപിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് ലൂക്ക് ആന്റണി. ഇതെല്ലാം ദിലീപിനെ വേദനിപ്പിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് ലൂക്ക് ചെയ്യുന്നത്. ബാലൻ മരിച്ചതിന് ശേഷം വീട്ടിലെത്തുന്ന ലൂക്ക് സത്യത്തിൽ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. അച്ഛൻ്റെ മരണം ദിലീപിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന വിചാരമാണ് ഈ സന്തോഷത്തിന് പിന്നിൽ. അവിടെ വെച്ച് ദിലീപിനെ അലൂസിനേഷൻ ചെയ്യുന്നുമുണ്ട് ലൂക്ക് ആന്റണി. എന്നാൽ സീതയിൽ നിന്ന് ദിലീപിന് അച്ഛനായ ബാലനെ അത്ര ഇഷ്ടമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ലൂക്ക് തിരിച്ചെത്തി ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ മൂലം ചുമരൊക്കെ അടിച്ചു തകർക്കുന്നുണ്ട്. സത്യത്തിൽ ബാലനെ കൊന്നത് ലൂക്ക് അല്ലെങ്കിലും ബാലൻ്റെ മരണത്തിന് കാരണമാകുന്നത് ലൂക്ക് ആന്റണിയാണെന്ന് പറയാം. കാരണം ബാലന് ശശാങ്കൻ്റെ മുന്നിൽ വെച്ച് തന്നെ കാശ് കൊടുക്കുന്നതും കാണാമെന്ന് പറഞ്ഞു പോകുന്ന ബാലനോട് ഇനി കാണുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നതുമൊക്കെ ലൂക്ക് മനസ്സിൽ പലതും കണ്ടുകൊണ്ട് തന്നെയാണ്. എന്തായാലും അച്ഛനല്ല അനിയനാണ് ദിലീപിന്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കുന്ന ലൂക്ക് പിന്നീട് അനിലിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്നാൽ അനിൽ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ദിലീപിന്റെ ഭാര്യയെ പറ്റി അറിയുകയും ലൂക്കിന്റെ ലക്ഷ്യം സുജാതയായി മാറുകയുമാണ്.
ദിലീപിന് പ്രിയപ്പെട്ടതെന്തും സ്വന്തമാക്കി നശിപ്പിക്കാനാണ് ലൂക്ക് ആന്റണി ശ്രമിക്കുന്നത്. ഹോസ്പിറ്റലിലെ ചില സീനുകളിൽ ചില ടെക്സ്റ്റ് പോസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റുകളൊക്കെ ആ സീനിനോട് കണക്ട് ചെയ്തിട്ടാണ് സംവിധായകൻ ഇവിടെ തന്റെ ബ്രില്യൻസ് കാണിച്ചിരിക്കുന്നത്. താൻ ബാലന് കൊടുത്ത പണം ശശാങ്കൻ അറിയാതെ എവിടെയും പോകില്ലെന്ന് ഉറപ്പുള്ള ലൂക്ക് ആന്റണി ശശാങ്കന്റെ വീട്ടിലെത്തുകയും ശശാങ്കൻ എനിക്ക് അവരുടെ പണമൊന്നും വേണ്ട എന്ന് പറയുന്നതിലൂടെ ആ പണം അവിടെ നിന്ന് എടുത്തതിനു ശേഷം തീ വെക്കുന്നതും പിന്നീട് ആ പണം അമ്മുവിന് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. തന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെന്ന നിലയിൽ അമ്മുവിനെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുക കൂടിയാണ് ലൂക്ക് ഇതിലൂടെ ചെയ്യുന്നത്. റോഷ കണ്ട പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യമാണ് ഇന്റർവൽ സീൻ. ഇന്റർവൽ സീനിൽ ശരിക്കും ദിലീപിന്റെ ആത്മാവ് വരുന്നുണ്ട് എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. സത്യത്തിൽ ഇതൊക്കെ ലൂക്കിന്റെ അലൂസിനേഷൻ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ലൂക്കിന് അടി കിട്ടുന്നതും വീഴുന്നതും എന്നൊക്കെ സംശയം തോന്നിക്കാം. സത്യത്തിൽ ഇതൊക്കെ ലൂക്ക് സ്വയം സൃഷ്ടിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. താൻ വേദനിച്ചപ്പോൾ ദിലീപിന്റെ ആത്മാവ് തന്നോട് പ്രതികരിക്കുകയാണെന്നാണ് ലൂക്ക് വിചാരിക്കുന്നത്. പല ഘട്ടങ്ങളിലും കാണുന്ന ലൂക്കിന്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ കണ്ടാൽ മനസ്സിലാകും ലൂക്ക് അത്യാവശ്യം സ്കിൽസ് ഉള്ള ആളാണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ സ്കിൽസ് വെച്ച് സ്വയം വീഴുന്നതും തെറിക്കുന്നതുമായി സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. ശേഷം ഇതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും തന്റെ പിന്നാലെ നടക്കുന്ന സതീശനെ ലോക്കാക്കുന്നുമുണ്ട് ലൂക്ക് ആന്റണി. ഒരു കുഴപ്പവുമില്ലാതെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുമുണ്ട്. അതുവരെ ദിലീപിന്റെ ആത്മാവിനെ അലൂസിനേഷൻ ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ലൂക്ക് ആന്റണി ഈ സീനിൽ ദിലീപിനെ ഒന്നും കാണുന്നില്ല. വീഴുന്നതും തെറിക്കുന്നതും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രേതവും ഭൂതമൊന്നും ഇല്ലെന്ന കാര്യം. വൈറ്റ് റൂം ടോർച്ചറിങ്ങിലൂടെയൊക്കെ കടന്നുപോയത് കൊണ്ടാണ് ലൂക്കിന്റെ മാനസികാവസ്ഥ ഇങ്ങനെയായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലർക്കുമുള്ള മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ദിലീപിനെ ലൂക്ക് ആന്റണി ആയിരിക്കുമോ കൊന്നത് എന്നതാണ്. സത്യത്തിൽ ദിലീപ് മരിക്കുന്നത് ആക്സിഡന്റിൽ തന്നെയാണ്. കാരണം ക്ലൈമാക്സിൽ ലൂക്ക് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കൊല്ലുന്നതൊക്കെ പഴയ ഫാഷനല്ലേ, ആ ത്രില്ല് അപ്പഴങ്ങ് തീരും. ഞാനവനെ വളർത്തിയനെ ഒരു കൂട്ടിലിട്ട് ഇടയ്ക്ക് കുറച്ചെല്ലോ കൂടിയോ തിന്നാൻ കൊടുക്കും. ഈ ഡയലോഗിലൂടെ തന്നെ ലൂക്കിന്റെ പ്രതികാര ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദിലീപിനെ അങ്ങനെ സിമ്പിളായി ഒരിക്കലും ലൂക്ക് ആന്റണി കൊല്ലാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ മരണം ആക്സിഡന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പോലീസുകാരനായ അഷ്റഫിനെ ദിലീപിന്റെ വീട്ടിലേക്ക് വിടുന്നതും ലൂക്ക് ആന്റണിയുടെ തന്ത്രമാണെന്ന് പറയാം. അഷ്റഫിനെ കൊല്ലുന്നതിലൂടെ സീതയുടെ ക്യാരക്ടർ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദിലീപിനെ പോലെ സീതയും തന്റെ അവസ്ഥയ്ക്ക് കാരണമാണെന്ന് വിചാരിക്കുന്ന ലൂക്ക് ആന്റണി ദിലീപിന്റെ കുടുംബത്തെ മുഴുവനായി നശിപ്പിക്കാനാണ് പിന്നീട് ശ്രമിക്കുന്നത്. ക്ലൈമാക്സിൽ തന്റെ ശത്രുക്കളെല്ലാം ദിലീപിന്റെ ക്യാരക്ടറായിട്ടാണ് ലൂക്ക് കാണുന്നതും പ്രതികാരം ചെയ്യുന്നതും. മറ്റൊരു കാര്യം, ലൂക്ക് ആന്റണി എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത് എന്നാണ്. സത്യത്തിൽ ഇതിന് കാരണം ലൂക്കിന്റെ ഒരു നരേഷനിലൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നിർത്തുക ഈ ഓട്ടം, സുജാത പറഞ്ഞതെല്ലാം ഞാൻ ഏൽക്കുന്നു. സത്യത്തിൽ കുറ്റസമ്മതം നടത്തിയാലും ദിലീപിനെ കൊന്നത് ലൂക്ക് ആന്റണി അല്ല. അതുപോലെ തന്നെ ബാലനെ കൊന്നതും പോലീസ് അഷറഫിനെ കൊന്നതൊന്നും ലൂക്ക് ആന്റണി അല്ല. അതുകൊണ്ട് തന്നെ ലൂക്ക് ആന്റണിക്കെതിരെയായ ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഭാര്യയോടൊപ്പം തന്നെ കല്ലറ ബുക്ക് ചെയ്തു വന്ന ലൂക്ക് ആന്റണിക്ക്, ഭാര്യ എപ്പോഴും കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ലൂക്ക് ആന്റണിക്ക് ഇനിയുള്ള ജീവിതം എങ്ങനെയായാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനം പോലീസുകാരനിൽ ഒരാൾ പറയുന്നുമുണ്ട്, ഒരു ആക്സിഡന്റ് കേസ് ചുമ്മാ അങ്ങ് വന്നു പറഞ്ഞാൽ കൊലപാതകമാകുമോ എന്നൊക്കെ. ദിലീപ് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ദിലീപ് എന്നും ഓർമ്മയായി തന്നെ നിലനിൽക്കും. അതില്ലാതാക്കുക തന്നെയാണ് തന്റെ പ്രതികാരത്തിലൂടെ ലൂക്ക് ആന്റണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിനോടുള്ള തന്റെ പ്രതികാരം പൂർത്തിയാക്കിയ സംതൃപ്തിയിൽ ഇരിക്കുകയാണ് ലൂക്ക് ആന്റണി. അവസാനം സീതയുടെ ആത്മാവിനോട് വെൽക്കം ബാക്ക് പറയുന്നതിലൂടെ സിനിമ അവസാനിക്കുകയാണ്. സത്യത്തിൽ സീതയോടുള്ള പ്രതികാരം അവിടെ തുടരുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷേ സത്യത്തിൽ ഇത് സംവിധായകൻ ഈ സീൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വൈറ്റ് റൂം ടോർച്ചറിങ്ങിലൂടെ കടന്നുപോയത് കൊണ്ടുള്ള ലൂക്കിന്റെ മാനസികാവസ്ഥകളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ നമ്മോട് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ സീനിലൂടെ. എന്തായാലും ഈ സീൻ കാണിക്കുന്നതിലൂടെ സിനിമയുടെ എൻഡിങ്ങും ഗംഭീരമാവുകയാണ്. ഇതൊക്കെയാണ് റോഷാക്ക് എന്ന സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും ഈ സിനിമ കണ്ടപ്പോൾ പലർക്കും പല വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും സമ്മാനിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയും ഒരു റോഷാക്ക് ടെസ്റ്റ് തന്നെയാണ്. എന്തായാലും കാണുന്ന പ്രേക്ഷകന് ഒരു പുത്തൻ അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് റോഷാക്ക് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് വണ്ടർ ബോസ്.